ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തണുപ്പും മഞ്ഞും ഒക്കെയുള്ള ഒരു മലയിലേക്ക്, ടിറ്റ്ലിസ് എന്ന് പറഞ്ഞൊരു മലയിലേക്ക് പോകാൻ നമ്മളന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ഉപയോഗിക്കുന്നത്, അവിടുന്ന് ബസ് പിടിക്കാനൊക്കെ പോകാമെന്ന്. പക്ഷേ നമുക്ക് സമയത്തിന് ബസ് കിട്ടി, നമ്മൾ ഇച്ചിരി ഒന്ന് ലേറ്റ് ആയി പോയതുകൊണ്ട് ബസ് കിട്ടിയില്ല. അപ്പോൾ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അയാൾ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, കുറേ നേരം പുള്ളി കണ്ടിരുന്നു നമ്മളവിടെ നിൽക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് ചോദിച്ചു എവിടെ പോകാനാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറിയിട്ട് നമ്മൾ ഏങ്കിൾബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലാണെങ്കിലും ആ സ്ഥലമാണെങ്കിലും എനിക്ക് പറയാൻ വയ്യ. ഈ വീഡിയോയിൽ കാണുന്ന ഒന്നും അല്ല കേട്ടോ, നേരിട്ട് ഒന്ന് കാണുന്ന എന്ത് രസം അറിയാമോ. നമ്മൾ വാൾപേപ്പറൊക്കെ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ ഈ വിൻഡോസിലൊക്കെ വാൾപേപ്പറായിട്ട് ഉള്ള സ്ഥലങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു, അതുപോലെ ബ്യൂട്ടിഫുൾ ആട്ടോ. ഫുൾ പച്ചപ്പും ഒക്കെ, ഇതൊക്കെ അവർ നമ്മുടെ സാധാ നാട്ടിൽ നമ്മൾ പറിച്ച് കളയുന്ന പുല്ലുകളൊക്കെ ആട്ടോ ഇവിടെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത്, നമ്മുടെ കണ്ണെത്തും ദൂരം വരെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അപ്പം നമ്മളങ്ങനെ നമുക്കിങ്ങനെ ഉറങ്ങാനോ അങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടോ, അതുപോലെ കാഴ്ചകൾ അങ്ങനെ കണ്ട് പോവാം. അപ്പം ഞങ്ങളതെല്ലാം കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയിൽ മഞ്ഞ് കാണത്തില്ലെന്നാണ് കേട്ടോ. ഞങ്ങൾ ജോർജിയ പോയ സമയത്ത് ദൂരെ മലകളിൽ ചെറുതായിട്ട് മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മലകളിലൊക്കെ കയറുമ്പോൾ നമ്മൾ ആ മല ഇങ്ങനെ ദൂരെ നിന്നേ കാണത്തുള്ളായിരുന്നു. അപ്പോൾ എന്നോട് ഓൾറെഡി ഏട്ടൻ പറഞ്ഞു മഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അതുപോലത്തെ ഡ്രസ്സ്, ജസ്റ്റ് ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെന്നല്ല, അത് നിങ്ങൾ എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ മുട്ട് വരെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിരുന്നത്. തണുപ്പിന് -डिग्री അങ്ങനെ അത്രയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ഒന്നും ആയിരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം അവിടെ മഞ്ഞ് ദൂരെ ഏതോ ഒരു മലയിലുണ്ട്, അതുകൊണ്ട് ഞാൻ വലിയ എക്സൈറ്റഡ് ഒന്നും അല്ല കേട്ടോ, മഞ്ഞ് കാണാം അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചല്ല കേട്ടോ പോയത്. അങ്ങനെ പാരച്യൂട്ടൊക്കെ അവിടുത്തെ ഒരു മെയിൻ കാര്യമാണ് പാരച്യൂട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ മഞ്ഞുമല കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ് ചെയ്തു. മഞ്ഞുമല, അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഞങ്ങൾ ആ മഞ്ഞുമലയിലോട്ട് കയറാൻ പോകുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ആ മഞ്ഞുമലയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ജോർജിയയിലൊക്കെ പോയ പോലെ മലയിൽ കയറും, ദൂരേന്ന് ഈ മഞ്ഞുമല കാണാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് മഞ്ഞുമലയിലാണ് പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം എനിക്ക് തണുപ്പെന്ന് പറയുന്നത് ചെറിയ തോതിൽ പോലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ ഈ ഡ്രസ്സ് വിട്ട് എങ്ങനെ കയറുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ടിറ്റ്ലിസ് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബസ്സുണ്ട് കേട്ടോ, കുറച്ച് ദൂരമുള്ള ആ ബസ് പിടിച്ച് അങ്ങോട്ട് പോവുക കേട്ടോ ചെയ്യുന്നത്. അവരുടെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം റേറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ സിസ്പാസും ഷെങ്കൻ വിസയൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട്, സിസ്പാസ് ഉള്ളതുകൊണ്ടും നമുക്ക് പകുതി എമൗണ്ട് ആയി, ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി വന്നില്ല, പകുതി എമൗണ്ട് ആട്ടോ ആയത്. എന്നോട് ഫ്രീ അല്ലായിരുന്നു, പകുതി എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 10,000 20,000 ആ രൂപ അത്രത്തോളം അങ്ങോട്ട് നമുക്ക് ആയിട്ടുണ്ടായിരുന്നേ. ഇവിടെ മലയിലേക്ക് കയറാൻ വേണ്ടി കേബിൾ കാർസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം 2 പേർക്കോ 4 പേർക്കോ ഉള്ളതല്ല, ഒത്തിരി ആൾക്കാർക്ക് പോകാൻ പറ്റിയിട്ടുള്ള, ഇങ്ങനെ നിന്ന് പോകാൻ പറ്റിയിട്ടുള്ള കേബിൾ കാർസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒറ്റ അടിക്ക് അങ്ങ് മലയുടെ ഏറ്റവും മുകളിൽ കയറുകയല്ല കേട്ടോ, ഓരോ സ്റ്റേഷൻസ് ആയിട്ടാണ്. ആദ്യം ഒരു സ്ഥലത്ത് ചെല്ലും, അവിടെ നമ്മൾ ഇറങ്ങും, എന്നിട്ട് അടുത്ത സ്ഥലത്ത്, പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോകും, അടുത്ത കാറിൽ കയറിയിട്ട് അങ്ങനെ ഓരോ സ്റ്റേഷൻസ് ആയിട്ടാണ് പോകുന്നത്. അല്ല ഒറ്റയടിക്ക്, ഇത് വലിയ മലയാണ്, ഭയങ്കര ഹൈറ്റുള്ള മലയാണ്. അപ്പം നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടായിരുന്നു, ചെവി അടയുന്നതിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ തണുപ്പ് കൂടുന്നതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ അതിനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നും അല്ല ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പക്ഷേ ഭയങ്കര സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ടിറ്റ്ലിസിൽ വരണം കേട്ടോ, ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് സ്നോ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു, കാരണം എനിക്ക് ചെറിയ തോതിൽ പോലും തണുപ്പിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. എനിക്ക് ചൂട് ഒരു പരിധിക്കപ്പുറം എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് തണുപ്പ് ഒട്ടും എനിക്ക് ഇവിടെ ആണെങ്കിൽ പോലും നമ്മൾ ചെറിയ AC ഇട്ടാൽ പോലും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളായ എനിക്കറിയില്ല, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, എങ്കിലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ ഈ ടിറ്റ്ലിസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തെങ്ങിയ സ്റ്റേഷനിലാട്ടോ ഇറങ്ങിയ. സ്റ്റേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മൗണ്ടനിലെ ഒരു പോർഷൻ, നമ്മൾ ഇങ്ങനെ ഒരു പോർഷനിൽ ഇറങ്ങും,
എന്നിട്ട് അടുത്ത പോർഷനിലോട്ട് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിലായിരുന്നോ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് ലാസ്റ്റ് സ്റ്റേഷനായിരുന്നെന്ന് തോന്നുന്നു, മഞ്ഞിൻ്റെ അടുത്തൂടെ ഉള്ള, എനിക്ക് ഓർമ്മയില്ല. ഇതുപോലെ 2-3 സ്ഥലത്ത് നമ്മൾ ഇറങ്ങി, അങ്ങനെ 4 സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയത് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ പല ഏരിയാസ് ഉണ്ട്. ക്ലിഫ് വാക്കിനുള്ള ഏരിയ, അതുപോലെ ഗ്ലേസിയേഴ്സ് കേവ്, അങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ക്ലിഫ് വാക്കിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഈ ഒരു പാലം കണ്ടോ, ആ ഒരു അങ്കിൾ നിൽക്കുന്ന മൂവ് ചെയ്യാൻ ഇച്ചിരി കാറ്റ് കൂടുതലായിരുന്നു, ഭയങ്കര തണുത്ത കാറ്റായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ തൂക്കുപാല, ഇത് ആൾക്കാർ കേടുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെ ആ ഭാഗത്ത് ഭയങ്കര രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു. എനിക്കത് കയറിയപ്പോൾ ഒട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പലരും അത് മടിച്ച് നിൽക്കുകയായിരുന്നു. കാരണം ആ കാറ്റ് കൊണ്ടാണ് മെയിനായിട്ട്. ആ കാറ്റിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫേസ് ഇങ്ങനെ എന്താ പറയുക കോടിപ്പോവാന്ന് പറയത്തില്ലേ, തണുത്തിട്ട് ആ സൈഡിൽ ഒന്നും നമ്മൾ തൊട്ടാലൊന്നും അറിയത്തില്ല, അങ്ങനെ തണുത്ത് ഉറച്ചു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ഫേസിൻ്റെ ഒരു ഭാഗം. പക്ഷേ അത് നല്ല എക്സ്പീരിയൻസും ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അത് വേറെ കാര്യം. പക്ഷെ ആദ്യം എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നിയതേ ഇല്ല. Und da hast du auch nicht so viel Angst. Ja, das wäre mega geil. Der Leo-Gang ist Hinterklemm, genau. Saalbach. Saalbach, Hinterklemm. Ja, genau. Leo-Gang ist dann die. Ja, Hammer, ey. Das ist die 13. Da waren wir im Sommer, da haben wir sowieso gesagt, hier müssen wir mal im Winter hin. Und da steht jetzt so ein Riesenschild davor. Ne? Hallo. Hey. Und du? 要攞張飛出嚟啦 ！Ticket， 攞啲，you need the ticket, yeah? Get tickets, Okay. Prepare your tickets. 攞定張飛。മഞ്ഞിൽ കളി, മഞ്ഞിൽ കുളിക്കും താഴോട്ടങ്ങിട്, ഞാൻ ഇങ്ങനെ എടുക്കാം പതുക്കെ, സ്ലിപ്പാവല്ലേ, അങ്ങോട്ടിട്. അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം, ഒന്നുകൂടെ. ഓക്കെ ഓക്കെ, അങ്ങോട്ട് എറിയാം, അങ്ങോട്ട്. ആ എന്നാ വാ. ഓക്കെ, നടന്നോ. എനിക്ക് അങ്ങനെ നിൽക്കാനേ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി അങ്ങ് ആ ഭാഗത്തുനിന്ന് പോയി. എനിക്ക് എന്താ അറിയത്തില്ല, ഞാൻ ചാവാൻ പോവാന്ന്, ചത്തു പോകുന്നു വിചാരിച്ചു. അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് വന്നത്. എനിക്ക് ഒട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പല ഫാമിലിയിലും പലരും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പെട്ടെന്ന് എങ്ങനെയൊക്കെയോ എല്ലാവരും പോയി കേട്ടോ അതിൽ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു കാറ്റുള്ളതായിരുന്നു ഏറ്റവും പ്രശ്നമായത്. ബാക്കിയുള്ള ഏരിയ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഫേസും കയ്യുമായിരുന്നു പ്രോബ്ലം. കാലിൽ ഞാൻ അങ്ങനെ ഹാഫ് ഡ്രസ്സ് ആണെങ്കിൽ പോലും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷേ എനിക്ക് കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തൊരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ഫേസും കവർ ചെയ്യാത്തതിൻ്റെ നല്ല പ്രശ്നം എനിക്കുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണാൻ ഞാൻ നടക്കുന്നുണ്ട്, കാല് വെച്ചേക്കുന്നത്, അത് ആടുന്നുണ്ടായിരുന്നു ആ തൂക്കുപാലം.
അപ്പോൾ എനിക്ക് എനിക്ക് 2 കൈയും ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എവിടെയും പിടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് കൈക്ക് വേദന എടുക്കും. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ നടന്നത്. പക്ഷേ ഏട്ടനെ സമ്മതിക്കണം കേട്ടോ, ഗോപ്രോ അതുപോലെ ഫോണ് എന്തൊക്കെയൊക്കെയോ കയ്യിലുണ്ട്. അതെല്ലാം വെച്ചിട്ട് ഏട്ടൻ എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് വീഡിയോയും എടുത്തു. അതുപോലെ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതുവഴി നടക്കാൻ വേണ്ടിയിട്ട്. ഐസാണ് കുട്ടാ, ഐസ്. പിന്നെ നമ്മൾ അതിന് പറ്റിയിട്ടുള്ള ഷൂവും കാര്യങ്ങളും ഒന്നും അല്ല ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ നന്നായിട്ട് തെന്നി അടിച്ച് വീണിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ നമുക്ക് എനിക്ക് നന്നായിട്ട് നൊന്തു. പിന്നെ അത്ര ആൾക്കാരെ ഫ്രണ്ടിൽ വെച്ചായതുകൊണ്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് അങ്ങ് എഴുന്നേറ്റ് ഇരുന്നെങ്കിൽ എനിക്ക് നല്ല പോലെ നൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലിൻ്റെ മണ്ടയ്ക്ക് വീണ പോലെ എനിക്ക് തോന്നി, നല്ല രീതിയിൽ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. പിന്നെന്താ, ഈ തണുപ്പും എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മളൊക്കെ ഇത്രയും പ്രായം കുറഞ്ഞവരാണെങ്കിലും പക്ഷെ അവിടെ ആ മല കയറുന്നതും, സ്വിറ്റ്സർലാൻഡ് എവിടെ പോയാലും ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആൾക്കാരെ ആട്ടോ നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പോൾ നമുക്കൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ പ്രായമുള്ളവർ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു ഇവരെങ്ങനെ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ ഇവരെങ്ങനെ നിൽക്കും എന്നൊക്കെ വിചാരിക്കും. അവർ കൂളായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും ഒട്ടും പറ്റാഞ്ഞത്, പ്രായമുള്ള ഒത്തിരി ആൾക്കാർ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ നന്നായിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷം തോന്നി. അങ്ങനെ നമ്മുടെയൊക്കെ നാട്ടിൽ പ്രായമായാൽ നമ്മൾ വീട്ടിലൊക്കെ ഒതുങ്ങിയിരിക്കാൻ ശ്രമിക്കും. പക്ഷെ അവരൊക്കെ പ്രായമായി കഴിയുമ്പോൾ കൂടുതലും ഫോറിനേഴ്സാട്ടോ. അവർ ഫാമിലിയായിട്ടല്ല, അവർ കപ്പിൾസായിട്ട് അവർ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാട്ടോ കണ്ടത്. പിന്നെ അത് കഴിയുമ്പോൾ അവിടെ ഒരു കേവ് ഉണ്ട്, ഫുൾ ഐസാണ്. ഐസിൽ ഓരോന്നിങ്ങനെ ഒരു കേവ് പോലെ ആക്കിയിട്ട് അതിലും നല്ല തണുപ്പാട്ടോ അവിടെ. പിന്നെ സ്ലിപ്പറിയാണ്, നമ്മളതുകൊണ്ട് പിടിച്ച് നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വഴുക്കൽ കൂടുതലാണ്, കാരണം നമ്മൾ നോർമൽ ഷൂസൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടിട്ട്. അപ്പോൾ അതിനകത്തും നല്ല കാഴ്ചകളാട്ടോ. എനിക്ക് ഇതിലും ഇഷ്ടം പുറത്തെ കാഴ്ചകൾ തന്നെയാട്ടോ. ഇതിങ്ങനെ അവർ പറഞ്ഞത് മഞ്ഞിങ്ങനെ കേവ് പോലെ കുഴിച്ചിങ്ങനെ എടുത്തിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല. ഒറിജിനൽ മഞ്ഞ് ഇങ്ങനെ തുരങ്കം പോലെ ആക്കി എടുത്തേക്കുന്നതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ അതിനകത്ത് തന്നെ സ്ലൈഡ് ചെയ്യാനും അങ്ങനെയൊക്കെ കുറേ പോർഷൻസ് ഉണ്ട്. നമ്മൾ അതൊന്നും ചെയ്തില്ല, കാരണം ഞാൻ വീണതിൻ്റെ വേദന എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് മൂവ് ആയേ. ഇങ്ങനെ പോകുമ്പോൾ താഴെ ഒരു ചെറിയ ഭാഗത്ത് വെള്ളം കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം അവിടെ ഇറങ്ങണമെന്ന്. അവിടെ ഒരു സ്റ്റേഷൻ പോലെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇറങ്ങി വന്നിട്ട് അവിടെ ഇറങ്ങാനൊരു പോർഷനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പം തിരിച്ചിറങ്ങിയ സമയത്ത്, കയറിയ സമയത്തല്ല ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളൊക്കെ അവിടെ നടന്നപ്പം വെള്ളത്തിൻ്റെ ഒന്നും കണ്ടില്ല, കാരണം മൂടമഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു പോർഷൻ ഞങ്ങളവിടെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് എല്ലാവരും കരുതിയിട്ടുണ്ട് പലരും. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്, അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റൻറ്റ് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനകത്തിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഫ്ലാസ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയാവും. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ തന്നെ ഫുഡ് കരുതുന്നതുകൊണ്ട്, നമ്മൾ നാട്ടിൽ നിന്ന് പോയതുകൊണ്ട് നാട്ടിൽ നിന്ന് ഓൺലൈൻ ആമസോൺ വഴി മേടിച്ചതാണ് ടേസ്റ്റി നിബിൾസിൻ്റെ. അതുപോലെ തന്നെ ഇത് വേറെ ഏതോ ഒരു കമ്പനിയുടെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റി. കാരണം ഞാൻ 2000 രൂപയ്ക്കാണ് അവിടെ നിന്നൊരു മസാല ദോശ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കഴിച്ചത്. ചായയ്ക്ക് നമ്മുടെ നാട്ടിൽ 1000 രൂപയായിരുന്നു.
നമ്മുടെ നാട്ടിലെ പൈസ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 രൂപ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങൾ ഈ 6 ദിവസം സ്വിറ്റ്സർലാൻഡിൽ 3 ടൈം ഫുഡ് വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര രൂപ എക്സ്പെൻസ് ആവുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കുറേയൊക്കെ ഞങ്ങൾ അവിടുത്തെ മെയിൻ ഫുഡൊക്കെ കഴിച്ചു. ബാക്കിയൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് അവിടുത്തെ മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. കൂടുതലും ബ്രെഡും കാര്യങ്ങളൊക്കെ അവിടെ മെയിനായിട്ടുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കരുതിയോണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഫുഡിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ പൈസ ലാഭിക്കാൻ പറ്റിയായിരുന്നേ. അതുകൊണ്ടൊന്നും അത് കഴിച്ചിട്ട് കൊള്ളാവോ? ഉപ്പില്ലയോ? കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? ഓ നിന്റെ നല്ല വ്യൂ കേട്ടോ ബാക്കില്. പായസം പോലെ അത് തന്നെടി പായസം തന്നെ. ഞാൻ പറഞ്ഞ സ്ട്രൈറ്റ് കൊടുക്കാന്ന്, നല്ല രസമുണ്ട്. നീ കഴിച്ചോ. അലുവയും ജീവനും മഞ്ഞുമല. അലുവയും ജീവനും മഞ്ഞുമലയും എനിക്കൂടെ തരണം. അടിപൊളി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ദൂരെയുള്ള മഞ്ഞുമലയൊക്കെ ബൈനോക്കുലറിൽ കൂടെ ഒക്കെ കണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു വെള്ളം ഉള്ള ഭാഗം ഉണ്ടല്ലോ, ഞങ്ങൾ മുകളിൽ വെച്ച് ആ വെള്ളം ഉള്ള ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയേ. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. വൈകിട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്കത് കാണണമെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയി. ഈ ഭാഗത്ത് എവിടെയോ ആണെന്നൊരു ഊഹത്തിന് നടന്നു പോയപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വെള്ളവും ഞങ്ങളവിടെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിന്ന സമയത്ത് ഈ കണ്ട മൂടമഞ്ഞൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞങ്ങൾ ആ വെള്ളമുള്ള ഭാഗം കണ്ടത്. പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടങ്ങ് ഇറങ്ങിപ്പോയി. അയ്യോ, അത് അവിടെ പോയില്ലായിരുന്നു, ഭയങ്കര നഷ്ടമായിപ്പോയിനെ കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാമോ? സത്യം ആ മഞ്ഞുമലയൊന്നും അല്ല അതിൻ്റെ ഫ്രണ്ടിൽ. ആ ഒരു ഇച്ചിരി ബാക്കിലൊരു മഞ്ഞുമല, ഫ്രണ്ടിലൊരു ചെറിയ തടാകം പോലെ എന്തോ ഒരു വെള്ളം, കുറച്ച് വെള്ളവും പിന്നെ ഒരു ചെറിയ ഒരു വീട് പോലെ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയ ഒരു ഭാഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്കറിയില്ല, വീഡിയോയിലൊക്കെ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നേരിട്ട് എനിക്കറിയത്തില്ല, എനിക്ക് അവിടെ നിന്ന് വരണമെന്ന് പോലും തോന്നിയില്ല. പക്ഷെ എനിക്ക് കുറച്ച് ടൈം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള ബസ്സുകൾ അല്ല നമ്മുടെ ചില സ്ഥലത്തോട്ടുള്ള ബസ്സുകളും അതുപോലെ ട്രെയിനൊക്കെ കുറവാണ് ചില സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റ് ട്രെയിൻ അല്ല ലാസ്റ്റ് ബസ് അങ്ങനെയൊക്കെ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമയം നോക്കിയിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തുള്ളെങ്കിലും എനിക്കറിയത്തില്ല എന്ത് ഭംഗിയെന്നറിയാമോ ഇത് കാണാൻ. ഒരു പച്ചപ്പ് നോക്കി എല്ലാ കളറും ഉണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ബ്ലൂ കളറാണ്. ബാക്കിൽ മലയിൽ കുറച്ച് ഭാഗത്തും വെള്ളം മഞ്ഞും ബാക്കി ആ മലയുടെ ഒരു ബ്ലാക്കിഷ് കളറും പിന്നെ ഗ്രീനറി പച്ചപ്പും എല്ലാം കൂടെ എന്ത് രസമായിരുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് ആലോചിക്കുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് റീൽസൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും ടൈം ഇല്ലാഞ്ഞുകൊണ്ടും പിന്നെ നമ്മളിവിടെ കാണാൻ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടുത്തെ പെട്ടെന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി. ഈ കാഴ്ചകൾ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ഇത് ഫുൾ അങ്ങനെ കട്ട് ചെയ്യാതെ ഇടുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, പക്ഷേ എനിക്കിത് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഭാഗം.
വാവ്. മനസ്സിലായി. ഓ മാൻ. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് അപ്പോൾ തന്നെ നല്ല രീതിയിൽ ക്യൂ ആയി കേട്ടോ. നമുക്ക് അവിടെ ആണെങ്കിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ എന്താ ചെക്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടിക്കറ്റ് തന്നിട്ടുണ്ട്. ആ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുക കേട്ടോ. കാരണം നമുക്ക് ഒരു ടൈമുണ്ട്. ആ ടൈമിനനുസരിച്ചേ ഉള്ളൂ ട്രെയിനും കാര്യങ്ങളും ബസ്സും ഒക്കെ. അപ്പം നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കേട്ടോ ട്രെയിനിൻ്റെ ടൈം വരാറുണ്ട്. ഇവിടെ എല്ലാം പക്കയാണ് ടൈമൊക്കെ. ഒരു മിനിറ്റ് പോലും വ്യത്യാസമില്ല. നേരത്തെയും വരത്തില്ല, താമസിച്ചും വരത്തില്ല. കറക്റ്റ് ടൈമിന് വരുന്നു, കറക്റ്റ് ടൈമിനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പം നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് ഓടുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടിട്ടുള്ളൂ ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ. എൻ്റെ ക്യാമറയിലെ ഭംഗി കുറവ് കൊണ്ടിട്ട് നേരിട്ട് ഈ വെള്ളത്തിനൊക്കെ ഒരു ബ്ലൂയിഷ് കളറാണ്. എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സൊന്നും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് മെയിൻ ബസ്സല്ല ട്രെയിൻ വരുന്ന ഒരു സ്റ്റേഷനുണ്ട്. മുമ്പ് നമ്മൾ ബസ് കയറിയിടത്തോട്ട് നടക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഓടുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ ആ ഒരു വില്ലേജിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടല്ലോ അവിടെ തന്നെയാണ് കേട്ടോ തിരിച്ചു പോകണം. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ രാത്രിയൊക്കെ ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവിടെ എത്തിയപ്പോൾ നല്ലതായിട്ട് നമ്മൾ ഇരുട്ടി തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നമ്മളുടെ സ്ഥലത്തോട്ട് നമുക്ക് ബസ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററോളം വീട്ടിലോട്ട് നടക്കേണ്ടി വന്നു. ഇവിടെ അല്ല, രാത്രിയിൽ വീട്ടിലോട്ട് നടക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓർമ്മകളിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു നടത്തം അതായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇരുട്ടാണ് ആ വീഡിയോസിലൊക്കെ. കാരണം നന്നായിട്ട് 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇരുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഒരു മനുഷ്യർ ആ ഏരിയയിലില്ല. ഞങ്ങൾ ഭയങ്കര ഒരു ഹോണ്ടഡ് പ്ലേസിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഗൈസ്, ഞങ്ങൾ പെട്ടു. എത്ര 2.5 കിലോമീറ്റർ. ഇവിടുത്തെ സമയം 8 മണി അല്ല 8 മണിയല്ലേ? നാട്ടിലൊക്കെ ആണ് ഇപ്പോൾ ഒരു 1 മണിയൊക്കെ ആയി കാണും. എത്ര അല്ലേ? 12 മണിയൊക്കെ ആയി കാണും അല്ലേ? പക്ഷെ ഇവിടെ ചെറിയ ഒരു മങ്ങിയ വെളിച്ചമുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെറ്ററൊന്നും ഇട്ടിട്ട് പോലും തണുപ്പിനൊരു കുറവുമില്ല. ആരെ കേൾപ്പിക്കാനാ? ആരുമില്ല കേൾക്കാൻ. ഒരു മനുഷ്യരില്ല ഈ നാട്ടിലൊന്നും. എവിടെയോ പള്ളിമണികൾ കേൾക്കാം. ഇവിടെ വഴി നോക്കടോ, കയ്യും വെച്ച് കണ്ട പറമ്പിലൂടെ ഒക്കെ നടക്കുക. വഴി നോക്കുക. ഞാൻ സ്ഥലം കാണിച്ചത്. വീടൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മനുഷ്യനെ കാണുന്നില്ല. അയ്യോ, ഇതെന്തോടാ? ചോളമല്ലല്ലോ, റാഗിയാന്ന് തോന്നുന്നു. റാഗി കൃഷി. രാത്രി ആയോണ്ട് ആണോ? ചാണകത്തിൻ്റെ. അയ്യോ, ഇതാണ് സ്ഥലം. നല്ല അടിപൊളി സ്ഥലമൊക്കെയാ. അയ്യോ, ഇത് കയറ്റമാടുവോ? അയ്യ, ചെല്ലുമ്പത്തേന് എന്തേലും ഉണ്ടാക്കി കഴിക്കണം. വിശന്നിട്ട് വയ്യ. അയ്യോ, പള്ളിമണി മാത്രം കേൾക്കാം. ഈ വീട്ടിലേക്ക് മനുഷ്യർ എവിടെ പോയി കിടക്കുന്നു? കാറൊക്കെ കിടക്കുന്നു. ആരെങ്കിലും കാറെടുത്തൊന്ന് കൊണ്ടുവിട്ടാൽ നല്ലതായിരുന്നു. രാവിലെ ഞങ്ങൾക്ക് ലിഫ്റ്റൊക്കെ കിട്ടി. അവരിങ്ങോട്ട് ഒന്നും മിണ്ടായിരിക്കാവോ? അതാ പറഞ്ഞ ചാപ്പലോ അല്ല, അത് പുഴയുടെ അടുത്തുള്ള. അയ്യോ, നല്ല രസമുണ്ട് വീട്. അയ്യോ, ഇത് പക്ഷെ നേരിട്ടാ ഭംഗി. വീടുകളിൽ ഇരുട്ടാണ്ട് നല്ല ഭംഗിയാണെന്നല്ല, പക്ഷെ ഫുൾ തടിയാ. അയ്യോ, ഓ, എവിടെ ഇരുട്ടാ, കാണത്തുമില്ല. ഈശ്വര, ആരുമില്ലാത്തൊരു എന്തോന്നാ. അങ്ങനെ ഞങ്ങൾ ഇരുട്ടായപ്പോൾ പിന്നെ എനിക്ക് ഫോണിൻ്റെ ചാർജും തീർന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ വീഡിയോ എടുത്ത സമയത്ത് അത്യാവശ്യം വീടൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് വീടൊന്നും ഇല്ലാതെ ഭയങ്കര നാരോ ആയിട്ടുള്ള ഏരിയയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നന്നായിട്ട് പേടിയും കാര്യങ്ങളും ഒക്കെ വന്നു. പിന്നെ ഒത്തിരി കാട് പോലെ ഏരിയയൊക്കെ കൂടെ ഞങ്ങൾ ചാടിയൊക്കെ ആട്ടോ ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ചെന്നിട്ട് നമ്മൾ ടേസ്റ്റി നിബിൾസിൻ്റെ കുറച്ച് ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നൊക്കെ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കാണ്. അതുവരേക്കും ബൈ.